ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന എഗ് ചില്ലി സമോസയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സമോസ ഷീറ്റ് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനുള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ആണെങ്കിൽ നമ്മൾ എഗ്ഗ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചില്ലി മസാലയാണ്. വളരെ ടേസ്റ്റിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇത് തണുത്തു പോയാലും വളരെ സോഫ്റ്റായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ചില്ലി എഗ് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ സമോസ ഉണ്ടാക്കിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഏത് ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓയിൽ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അതേ ടൈറ്റ്നെസ്സിൽ തന്നെ കുഴച്ചെടുക്കുക. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 75 മില്ലി വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ചപ്പാത്തി മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവി മൂടി വെച്ച് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും ഇഞ്ചി 1 ടീസ്പൂണും മതിയാകും. അതിനുശേഷം ചെറുതായി ചോപ്പ് ചെയ്ത 2 മീഡിയം സവാള ചേർക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എരിവിനുള്ള പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കുക. പിന്നെ കുറച്ച് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയതിൻ്റെ ഉണ്ണി ചേർത്ത് നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം മുട്ടയുടെ വെള്ള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. 3 മിനിറ്റ് വഴറ്റിക്കെടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം കോറിയാൻഡർ ലീവ്സ് ചേർത്ത് മിക്സ് ചെയ്ത് ഇറക്കി വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി ഇത് ഒഴിച്ചതിന് ശേഷം പൂരിയുടെ മാവ് ഉരുട്ടുന്നത് പോലെ ചെറുതായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇനി മാവ് നമുക്ക് പരത്തിയെടുക്കാം. അതിന് പലകയിലേക്ക് കുറച്ച് മൈദമാവ് തൂവിയതിന് ശേഷം ഓരോ ഉരുളകളും വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് കുറച്ച് നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മൾ സമോസ ഷീറ്റ് നമ്മൾ കണ്ടിട്ടില്ലേ, വാങ്ങിക്കുന്നതല്ല, നമ്മൾ ഇങ്ങനെ പരത്തിയെടുത്താൽ മതിയാകും. നീളത്തിൽ ഒരു ഓവൽ ഷേപ്പിൽ, കുറച്ച് നീളത്തിൽ, റൗണ്ട് ഷേപ്പിലല്ല, കുറച്ച് നീളത്തിൽ ഇതുപോലെ പരത്തിയെടുക്കണം. കുറച്ച് നേരിയതായിട്ട് വേണം കേട്ടോ പരത്താനായിട്ട്. അധികം കട്ടി വേണ്ട. നല്ല നീളത്തിൽ അധികം വീതിയില്ലാതെ പരത്തിയെടുക്കുക. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. സമോസ ഷീറ്റ് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഉരുളകളെല്ലാം സമോസ ഷീറ്റാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായ പാനിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചുമായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാകും. മുരിഞ്ഞു പോകരുത്. പതിയെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം നമുക്കതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സമോസ ഷീറ്റെല്ലാം ഞാൻ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ഷീറ്റ് എടുത്തിട്ട് ഒന്ന് പതിയെ നനച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു അരികിൽ നിന്ന് മടക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മൈദയുടെ ബാറ്റർ തേച്ച് കൊടുക്കുക. ഇത് നനക്കുന്നത് ഗോതമ്പ്
മാവായതുകൊണ്ട് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഒന്ന് പതിയെ നനച്ചിട്ടാണ് നമ്മളിത് ഫോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചില്ലി എഗ്ഗ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. കൂടുതൽ ഫില്ലിങ് വെച്ച് കൊടുക്കരുത്, കാരണം പൊട്ടിപ്പോവും. നമ്മുടെ മൈദ ബാറ്ററിൻ്റെ സമോസ ഷീറ്റ് പോലെ അല്ല ഇത്, പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ഫില്ലിങ് വെക്കാതെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ അരികെ രണ്ടിലും നമ്മൾ വീണ്ടും മൈദയുടെ ബാറ്റർ തേച്ച് കൊടുക്കുക. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ലോക്കായിട്ടിരിക്കും. നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഇത് ഇനി മടക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സമോസ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സമോസ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ സമോസ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഫില്ലിങ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ചപ്പാത്തി റോളായിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സാൻഡ്വിച്ചായിട്ടോ ഉപയോഗിക്കാം. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്യാൻ വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഓരോ സമോസയും ഇട്ട് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ സമോസ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എത്ര വേണമെങ്കിലും കഴിക്കാം. വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും. ഇതിൻ്റെ ചില്ലി എഗ് ഫില്ലിംഗ് ആണെങ്കിൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.